വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നത് വി.ഡി. സതീശൻ്റെ സ്ഥിരം രീതിയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയായാൽ ആ രീതി മാറും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മാറ്റില്ല എന്ന നിലപാടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും സ്വീകരിച്ചിരിക്കുന്നത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, കള്ളങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. അന്ന് പറഞ്ഞതൊക്കെ ഇന്ന് മാറ്റിപ്പറയുകയാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മറ്റൊരു കള്ളം അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞത് കേൾക്കാം. പിന്മാറാൻ വേണ്ടി കേന്ദ്രത്തിന് കഴിഞ്ഞ ഒരു കത്ത് നൽകിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടി കേന്ദ്രത്തിന് കഴിഞ്ഞ ഒരു കത്ത് നൽകിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. എന്താണ് കത്ത്? PM ശ്രീ പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ടിരുന്നു സംസ്ഥാന സർക്കാർ. പിന്നീട് വലിയ ചർച്ചയായി മാറിയ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു, പദ്ധതി നടപ്പാക്കുന്നത് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു. അത്തരമൊരു കത്ത് അയച്ചിട്ടേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ പറയുന്നത്. കത്ത് അയച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. മുൻ മന്ത്രിയുടെ പഠിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ ചെയർമാനായിക്കൊണ്ടൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. അതിന് ശേഷം ആ സബ് കമ്മിറ്റി കൂടിയിട്ടുമില്ല, ഒരു നടപടി സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ രണ്ടാമത് ക്യാബിനറ്റ് തീരുമാനപ്രകാരം ക്യാപ്റ്റൻ അബൈൻസ് ഇത് മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ സഹകരിക്കുന്നില്ല, മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഫയലിലുണ്ട്, ഓഫീസിന്റെ ഫയലിലുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് കത്ത് ഏതിനെ പറ്റിയാണ്? അത് സത്യമായി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതിനെ ഞാൻ പറഞ്ഞ വെല്ലുവിളിക്കുന്നു പറഞ്ഞത്. മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, മുൻ വിദ്യാഭ്യാസ മന്ത്രി മറ്റൊന്ന് പറയുന്നു. എന്താണ് സത്യം? കത്ത് പുറത്തു വന്നിട്ടുണ്ട്. വി. ശിവൻകുട്ടിയുടെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വാസുകി കെ IAS അയച്ച കത്തിൻ്റെ കോപ്പിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കത്ത് അയച്ചിരിക്കുന്നത് 12/11/2025 വിഷയം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. ആദ്യ പാരഗ്രാഫിൻ്റെ അവസാനത്തെ ലൈൻ ഇങ്ങനെയാണ്: ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ സെയിം ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ MOU ഇൻ അബയൻസ്. വളരെ വ്യക്തമായും പറയുന്നു, മാറ്റിവെക്കുന്നു. ഈ പദ്ധതി PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് മാറ്റിവെക്കുന്നു എന്ന് കൃത്യമായും പറയുന്നുണ്ട്. ആദ്യ പാരഗ്രാഫിൽ തന്നെ അവസാന വരിയിൽ പ്രേക്ഷകർക്ക് കാണാം. ശ്രീ സഞ്ജയ് കുമാർ IAS സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അയച്ച കത്താണ്. കത്തയച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ വാസുകി കെ IAS ആണ്. കത്ത് പ്രേക്ഷകർക്ക് കാണാം. ഇനി തീരുമാനിക്കാം ആരാണ് കള്ളം പറയുന്നത് എന്ന്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? കള്ളം പറയുന്നത് മറ്റൊന്നുമല്ല, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മുൻ സർക്കാരിൻ്റെ തലയിലിടണം. അതിനുവേണ്ടിയുള്ള മലക്കം മറിച്ചിലാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം PM ശ്രീ പദ്ധതിയായിരുന്നു. ആ ധാരണ എന്ന് വെച്ചാൽ കേന്ദ്ര BJP നേതൃത്വവുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്ന് ഇതോടെ വ്യക്തമാകുന്നു. കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീൽ. ഇവിടെ മുസ്ലിം ലീഗ് എന്തേ മിണ്ടാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്.